അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വിശുദ്ധമായ ളുഹാ നിസ്കാരത്തിനെ സംബന്ധിച്ച് പറഞ്ഞത് അത് വളരെ അത്യാവശ്യമായ, വളരെ പ്രധാനമായ ഒരു നിസ്കാരമാണ്. അതായത് 8 വക്ത് 8 റക്അത്തുള്ള ളുഹാ നിസ്കാരം. ചുരുങ്ങിയത് 2 റക്അത്ത്. 4 നിസ്കരിക്കേണ്ടവർക്ക് അങ്ങനെ നിസ്കരിക്കാം. 6 റക്അത്ത് നിസ്കരിക്കേണ്ടവർക്ക് 6 റക്അത്ത് നിസ്കരിക്കാം. 8 റക്അത്ത് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവർ അതാണ് കാമിലായ രൂപം, 8 റക്അത്ത് വരെ നിസ്കരിക്കാം. അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിനെ കാണുമ്പോൾ സ്വഹാബത്തിനോട് നബി തങ്ങൾ ഒരു വസിയ്യത്ത് രൂപത്തിൽ പറയുമായിരുന്നു. വിശുദ്ധമായ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്. ഖാല ഔസ്വാനി ഖലീലി, എൻ്റെ ഖലീൽ എന്നോട് വസിയ്യത്ത് ചെയ്തു. ആരാണ്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, എൻ്റെ ഖലീൽ എന്നോട് 3 കാര്യങ്ങൾ വസിയ്യത്ത് ചെയ്തു. ഏതൊക്കെയാണ്? ബിസിയാമി 3 അയ്യാം, എല്ലാ മാസത്തിലും 3 ദിവസം നോമ്പ് നോൽക്കണം. ബിസിയാമി 3 അയ്യാമിൻ മിൻ കുല്ലി ശഹർ, എല്ലാ മാസത്തിലും 3 ദിവസം നോമ്പ് നോൽക്കാൻ അല്ലാഹുവിൻ്റെ ഹബീബനോട് വസിയ്യത്ത് പറഞ്ഞു. ആ നോമ്പ് ഏതാണ്? അയ്യാമുൽ ബീലിൻ്റെ നോമ്പാണ്. അയ്യാമുൽ ബീൽ, ആ നോമ്പ് അതായത് അയ്യാമുൽ ബീൽ എന്ന് പറഞ്ഞ നമ്മൾ പറഞ്ഞല്ലോ, ആദം നബി അലൈഹിസ്സലാമിൻ്റെ ദോഷം അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുത്തത് മഗ്രിബിൻ്റെ സമയത്തിലാണ്. പറഞ്ഞിട്ടില്ലേ? ദോഷം അല്ലാഹു പൊറുത്തു എന്ന് പറഞ്ഞത് മഹാനായ ആദം നബി അലൈഹിസ്സലാം റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് ദുആയിരുന്നല്ലോ വർഷങ്ങളോളം. ആ ദുആ അല്ലാഹു സ്വീകരിച്ചത് മഗ്രിബിൻ്റെ സമയത്തിലാണ് നമ്മൾ പറഞ്ഞല്ലോ. എന്നാൽ ആ സമയം നടന്നത് വിശുദ്ധമായ അയ്യാമുൽ ബീലിൻ്റെ ദിവസത്തിലാണെന്ന് പറയുന്നു. അതായത് അറബി മാസം 11 അല്ല 12 13 അല്ല 13 14 15 ദിവസങ്ങളിൽ. മനസ്സിലായില്ലേ? മറന്നു പോകല്ലേ. 13 14 15 ദിവസങ്ങളിലുള്ള നോമ്പുണ്ടല്ലോ, അതാണ് അയ്യാമുൽ ബീലിൻ്റെ നോമ്പെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആ നോമ്പനുഷ്ഠിക്കാൻ അല്ലാഹുവിൻ്റെ ഹബീബ നബി തങ്ങൾ ഞങ്ങളോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് സ്വഹാബ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. പിന്നെയോ വറകഅത്തൈ ളുഹാ, ളുഹാന്റെ 2 റക്അത്ത് നിസ്കാരവും ഉപേക്ഷിക്കരുത്. അബൂ ഹുറൈറ, ളുഹാന്റെ 2 റക്അത്ത് നിസ്കാരമുണ്ടല്ലോ നിങ്ങൾ ഉപേക്ഷിക്കരുത്. ആ സമയത്ത് ഉറങ്ങിയാൽ അല്ലാഹു നമുക്ക് നൽകുന്ന ശിക്ഷയും നാം ഇവിടെ പറയുന്നുണ്ട്. ളുഹാ നിസ്കരിക്കാതിരിക്കരുത്. ഹബീബാ നബി തങ്ങൾ അബൂ ഹുറൈറയോട് പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ നിങ്ങളുടെ ജീവിതത്തിൽ ളുഹാ 2 റക്അത്ത് ഉപേക്ഷിക്കാൻ പാടില്ല. പിന്നെ നബി തങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് വിത്ർ നിസ്കരിക്കുകയും ചെയ്യണേ അബൂ ഹുറൈറ എന്ന് പറഞ്ഞാൽ അബൂ ഹുറൈറ തങ്ങൾ എന്ത് ചെയ്യും? വേഗം, അതായത് മഹാനായ അബൂ ഹുറൈറ തങ്ങൾ ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രാത്രിയിൽ ഒരുപാട് നേരം പഠനം നടത്തും. ആ പഠനം നടത്തിയിട്ട് കിടന്നുറങ്ങിയാൽ വാർദ്ധക്യമുള്ള സ്വഹാബിയായിരുന്നു, വല്ലാത്ത വയസ്സനായ സ്വഹാബിയായിരുന്നു അബൂ ഹുറൈറ തങ്ങൾ. ആ അബൂ ഹുറൈറ തങ്ങൾ ഉറങ്ങിയാൽ ചിലപ്പോൾ എന്താക്കും? നേരം വൈകിപ്പോകും എഴുന്നേൽക്കാൻ. സുബഹിയുടെ ആ മൂട്ടിനായിരിക്കും മഹാനവറുകൾ എഴുന്നേൽക്കുക. അതുകൊണ്ടാണ് അബൂ ഹുറൈറയോട് നബി തങ്ങൾ പറഞ്ഞത്, അബൂ ഹുറൈറ നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഉണരാൻ സാധ്യത വളരെ കുറവാണ്, അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് വിത്ർ നിർവഹിക്കണേ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലോ ഒരാള് സുബഹിയുടെ മുമ്പ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കില്ല എന്നുറപ്പുള്ളപ്പോൾ അയാൾക്ക് ഏറ്റവും അഫ്ളല് ഉറങ്ങുന്നതിൻ്റെ മുമ്പ് വിത്ർ നിസ്കരിക്കലാണ്. ഇനി ഉണരുമെന്നുറപ്പുണ്ടെങ്കിലോ ഏറ്റവും നല്ലത് അവസാന രാത്രിയുടെ അവസാന സമയത്തിലാണ്.
തഹജ്ജുദ് നിസ്കരിക്കാൻ ഏറ്റവും അഫ്ളലായ സമയം രാത്രിയുടെ അവസാന സമയത്തിലാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമെന്ന് ഉറപ്പില്ലെങ്കിൽ നിങ്ങൾ വിത്തർ ഉറങ്ങുന്നതിന്റെ മുമ്പായി നിസ്കരിക്കണേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ അബൂ ഹുറൈറയോട് നബി തങ്ങൾ വസിയത്ത് ചെയ്തതാണ്. ഔസ്വാനി ഖലീലി, വസിയത്ത് ചെയ്തു 3 ദിവസം നോമ്പ് നോൽക്കാൻ, ളുഹാ നിസ്കരിക്കാൻ, വിശുദ്ധമായ വിത്റും നിസ്കരിക്കാൻ. ഇത് 3 ഉപേക്ഷിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ ഉമ്മമാരെ, ജീവിതത്തിനെ നന്നാക്കണമെന്ന് കൊതിക്കുന്നവരെ, ഹറാമ് കാണരുത്, ഹറാമ് കേൾക്കരുത്, ഹറാമ് സംസാരിക്കരുത്, ഹറാമിലൂടെ നടന്നു പോകരുത്, ഹറാമ് തുടരുത്, ഹറാമ് ചെയ്യരുത്, കുടുംബങ്ങളോട് പടങ്ങരുത്, അയൽവാസിയെ ഉപദ്രവിക്കരുത്, ഭർത്താവിനെ ധിക്കരിക്കരുത്, മക്കളോട് അനാദരവ് കാണിക്കരുത് എന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ 3 കാര്യം ജീവിതത്തിലേക്ക് പകർത്തിയാൽ ഏറെക്കുറെ അവൻ നന്മയുടെ വഴിയിലേക്ക് അവൻ നിൽക്കുന്നതാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. നന്നാവണമെന്ന് കൊതിക്കുന്നവരാണല്ലോ, നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ. അതുകൊണ്ടാണല്ലോ ഈ വിശുദ്ധമായ മജ്ലിസിലേക്ക് പൊരിവെയിലത്ത് പോലും കഷ്ടപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ട് കണ്ണിയത്തുസ്താദിന്റെ മഖബറയുടെ ചാരത്തേക്ക് ഉമ്മമാര് കടന്നു വന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, തിരിച്ചു പോകുമ്പോൾ ഈ സമ്മാനവുമായിട്ട് കൊണ്ടുപോയിക്കോ. മാസത്തിലെ 3 ദിവസം നോമ്പ് നോൽക്കുവാനും അതുപോലെ തന്നെ വിശുദ്ധമായ ളുഹാ നിസ്കരിക്കുവാനും വിശുദ്ധമായ വിത്ർ നിസ്കരിക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വന്നബീ ദർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സ്വഹാബാ, നബി തങ്ങൾ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്, സ്വഹാബാ, എല്ലാ പ്രഭാത സമയത്തിലും നിങ്ങൾ സ്വദഖ ചെയ്യണേ. മുഹമ്മദ് മുസ്തഫ അലാ കുല്ലി സുലാമ മിൻ അഹദികും സ്വദഖ. ഹബീബാ, നബി തങ്ങൾ പറയാ, നിങ്ങൾ പ്രഭാത സമയത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലുള്ള കെണുപ്പുകൾ ഉണ്ടല്ലോ, അലാ കുല്ലി സുലാമ, നിങ്ങളുടെ കെണുപ്പുകളില്ലേ, ശരീരത്തിന് ജോയിന്റുകൾ ഉണ്ടല്ലോ, ആ ജോയിന്റുകൾക്കെല്ലാം നിങ്ങൾ സ്വദഖ ചെയ്യണമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാ. എല്ലാ ജോയിന്റുകൾക്കും നിങ്ങൾ സ്വദഖ ചെയ്യണം. സ്വദഖ ചെയ്തിട്ടില്ലെങ്കിലോ ആ ജോയിന്റുകൾ മര്യാദയ്ക്ക് പ്രവർത്തിക്കൂല. അതല്ല അതിൻ്റെ അർത്ഥം. സ്വദഖ ചെയ്യണമെന്ന് പറഞ്ഞതെന്തിനാണ്? അള്ളാഹു നമുക്ക് നൽകിയ ആ ജോയിന്റുകൾക്ക് അള്ളാഹുവിന് എന്തെങ്കിലും കൈക്കൂലി കൊടുക്കലാണോ? അല്ല. ഈ സ്വദഖ നമ്മൾ ചെയ്യലോടുകൂടെ ആ ജോയിന്റുകൾക്കെല്ലാം ഒരു ബലമുണ്ടാകും. ഉദാഹരണം പറഞ്ഞാൽ, വാഹനം ഓടുന്ന വാഹനത്തിൽ അതിൻ്റെ എന്ത് ചെയ്യും? ഗ്രീസ് കൊടുക്കുമല്ലോ, അല്ലേ? ഗ്രീസ് അതിൻ്റെ ബോൾട്ടിനോ ഞെട്ടിനും ബോൾട്ടിനൊക്കെ എന്ത് ചെയ്യും? ഗ്രീസ് ഇട്ട് കൊടുക്കും. അതെന്തിനാണ്? എന്തിനാ സീതൽ വേക്ക? അതിൻ്റെ വർക്ക് ഉഷാറായി നടക്കാൻ, അല്ലേ? വർക്ക് ഉഷാറായി നടക്കാൻ. ഗ്രീസ് ഇട്ടില്ലെങ്കിൽ അതിൻ്റെ ആ തിരിച്ചിലിനൊക്കെ ഒരു സ്ക്രാച്ച് വരും. അങ്ങനെ സ്ക്രാച്ച് വന്നാൽ അതിൻ്റെ വർക്ക് ഉഷാറായി നടക്കൂല. അതുകൊണ്ട് തന്നെ നമ്മുടെ കെണുപ്പുകൾക്കും ഗ്രീസ് ഇട്ട് കൊടുക്കണം. ഗ്രീസാണ് സ്വദഖ എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ കൈവേദന ഉണ്ടാകും, കാലുവേദന ഉണ്ടാകും, തലവേദന ഉണ്ടാകും, ഹാർട്ടിന് അതുപോലെ തന്നെ കഴുത്തിന് അസുഖമുണ്ടാകും, ഊരക്ക് പ്രശ്നമുണ്ടാകും, ഞെരിയാണിക്ക് വിഷയമുണ്ടാകും, കൈവിരലുകൾ മടങ്ങാതെ വരും. പുണ്യനബി തങ്ങൾ പറയാണ്, സ്വഹാബ, നിങ്ങൾക്ക് 360 കെണുപ്പുകളുണ്ട്. എല്ലാ ദിവസവും വന്നു കഴിഞ്ഞ അലാ കുല്ലി സുലാമ മിൻ അഹദികും സ്വദഖ, ഓരോ കെണുപ്പുകൾക്കും ഓരോ സ്വദഖകൾ നിങ്ങൾ ചെയ്യണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അതുകൊണ്ട് 360 സ്വദഖ, 360 നാണയം നമ്മൾ സ്വദഖ ചെയ്യണം. നമ്മുടെ അല്ലാഹു നൽകിയ കെണുപ്പുകൾക്ക് പകരം
360 കെണുപ്പും 160 നാണയങ്ങൾ സ്വതക്ക ചെയ്യണം. സ്വഹാബത്ത് മേലോട്ട് നോക്കിയപ്പോ പുണ്യനബി തങ്ങൾ പറയുകയാണ്, ഫകുല്ലു തസ്ബീഹത്തിൻ സദഖ, നിങ്ങൾ ചൊല്ലുന്ന സുബ്ഹാനല്ലാഹ് എന്ന ദിക്റുണ്ടല്ലോ അത് സ്വതക്കയാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സദഖയാണ് സുബ്ഹാനല്ലാഹ് ഒരു സദഖയായി, സുബ്ഹാനല്ലാഹ് 2 സദഖയുടെ പ്രതിഫലമായി, സുബ്ഹാനല്ലാഹ് 3 സദഖയായി, സുബ്ഹാനല്ലാഹ് 4 സദഖയായി, സുബ്ഹാനല്ലാഹ് 5 സദഖയായി. 5 കണുപ്പുകൾക്ക് സദഖ അവൻ ദാനം ചെയ്തിരിക്കുകയാണ്. വകുല്ലു തഹ്മീദത്തിൻ സദഖ, നിങ്ങൾ ചൊല്ലുന്ന ഓരോ അൽഹംദുലില്ലാഹ് എന്നുള്ള ഹംദുണ്ടല്ലോ അതും സദഖയാണെന്ന് റസൂലുള്ളാഹ്. ഒന്നിരിക്കൽ നിങ്ങൾ പ്രഭാതത്തിൽ ഒരു 360 സുബ്ഹാനല്ലാഹ് ചൊല്ലണം, അല്ലെങ്കിൽ 360 അൽഹംദുലില്ലാഹ് പറയണം. വകുല്ലു തഹ്ലീലത്തിൻ സദഖ, നിങ്ങൾ ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റുണ്ടല്ലോ അതും സദഖയാണെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതും സദഖയാണ്. ഇനിയോ പിന്നെ വകുല്ലു തക്ബീറത്തിൻ സദഖ, നിങ്ങൾ ചൊല്ലുന്ന അല്ലാഹു അക്ബർ എന്ന തക്ബീറും സദഖയാണ്. വഅംറും ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കലും സദഖയാണ്. വനഹിയുൻ അനിൽ മുൻകരി സദഖ, തിന്മ കൊണ്ട് വിരോധിക്കലും സദഖയാണ്. അപ്പൊ 350 വഅള് പറയണം. 350 ദോഷങ്ങളെ തൊട്ട് വിരോധന കൽപ്പിക്കുന്ന ആളുകളോടൊക്കെ ഇങ്ങനെ അത് ചെയ്യരുത്, തെറ്റുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയണം. 360 എണ്ണം എല്ലാ പ്രഭാത സമയത്തിലും. എന്നാൽ നബി തങ്ങൾ പറയാണ്, ഒരു പക്ഷേ സ്വഹാബ നിങ്ങൾക്ക് 360 വഅള് പറയാൻ കഴിയില്ല, 360 തക്ബീർ ചൊല്ലാൻ കഴിയില്ല, 360 ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയില്ല, 360 സുബ്ഹാനല്ലാഹ് ഒരു പക്ഷേ നിങ്ങൾക്ക് പറയാൻ സാധിച്ചെന്ന് വന്നില്ലായിരിക്കാം. പക്ഷേ നബി തങ്ങൾ പറയുകയാണ്, വയുജസിഉ മിൻ ദാലിക, ഈ 360 സുബ്ഹാനല്ലാഹ് പറയുന്നതിൻ്റെ സ്ഥാനത്ത്, 360 അൽഹംദുലില്ലാഹ് പറയുന്നതിൻ്റെ സ്ഥാനത്ത്, 360 ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിൻ്റെ സ്ഥാനത്ത്, 360 അല്ലാഹു അക്ബർ പറയുന്നതിൻ്റെ സ്ഥാനത്ത് 360 വഅള് പറയുന്ന വഅളന്മാരുടെ വഅളിൻ്റെ സ്ഥാനത്ത് നിൽക്കും റക്അതാനി യർകഉഹുമാ മിനൽ ളുഹാ, ളുഹാ നിസ്കാരത്തിൽ നിന്ന് നിങ്ങൾ നിർവഹിക്കുന്ന 2 റക്അത്ത് ഉണ്ടല്ലോ, ഈ 2 റക്അത്ത് 360 നാണയത്തിന്റെ, 360 സുബ്ഹാനല്ലാഹയുടെ, 360 അൽഹംദുലില്ലാഹയുടെ, 360 അല്ലാഹു അക്ബറിന്റെ, 360 പ്രഭാഷണങ്ങളുടെ സ്ഥാനത്ത് നിൽക്കുമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഒരു 4 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിലോ 360 360 720 അല്ലേ, 720 ദാനധർമ്മങ്ങളുടെ പ്രതിഫലം 720. ഇനിയോ ഒരാൾ ഇതിന് 8 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിലോ, 8 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ആ മനുഷ്യന് അന്നത്തെ ദിവസം അല്ലാഹുവിന് കൊടുക്കുന്ന പ്രതിഫലം 1440 പ്രതിഫലം അല്ലയോ? 1440 ദീനാറുകൾ സദഖ ചെയ്ത പ്രതിഫലം, 1440 സുബ്ഹാനല്ലാഹ് പറഞ്ഞതിന്റെ പ്രതിഫലം അല്ലേ? 720 അങ്ങനെ തന്നെയല്ലേ കൊണ്ടോട്ടി.
ആലോചിച്ചു നോക്ക്, 1420 തവണ വഅദ് പറഞ്ഞതിന്റെ പ്രതിഫലം സുബ്ഹാനല്ലാഹ്. ഹബീബാ നബി ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ പറയുകയാണ്, മഹദി അവറുകൾ പറയാണ്, ഞാൻ അല്ലാഹുവിൻ്റെ അരികിലേക്ക് വിശുദ്ധമായ ഒരു ദിവസം കടന്നു ചെന്നപ്പോ അല്ലാഹുവിൻ്റെ റസൂൽ വുളു എല്ലാം ചെയ്തുകൊണ്ട് നബി തങ്ങൾ ളുഹാ നിസ്കരിച്ചത് 8 റക്അത്താണ്. അപ്പം അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, കഴിയുമെങ്കിൽ ഒരു 8 റക്അത്ത് നിസ്കരിക്കണേ. ആ 8 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷമാണ് ഈ ദുആഇനെ നടത്തേണ്ടത്. ഈ ദുആഇനെ നടത്തേണ്ടതിൻ്റെ സമയം എപ്പോഴാണ്? സൂര്യൻ ഉദിച്ചൊരു കുന്തത്തിൻ്റെ ഖദർ ഉയർന്നോടം മുതൽ ളുഹാ നിസ്കാരത്തിൻ്റെ സമയം അങ്ങ് പ്രവേശിക്കുന്നതാണ്. ദുആ നിസ്കാരത്തിന്റെ സമയം കടക്കുന്നതാണ് നട്ടുച്ച സമയം വരെ എന്ന് പറഞ്ഞ ളുഹർ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ അല്പം മുമ്പ് വരെ വിശുദ്ധമായ ളുഹാ നിസ്കാരത്തിന്റെ സമയം നീണ്ടു നിൽക്കുന്നതാണ്. അതൊരു വല്ലാത്ത സമയമാണ്. എന്നാൽ ആ സമയത്ത് നിങ്ങൾ കിടന്നുറങ്ങാൻ പാടില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ. ആ സമയത്ത് നിങ്ങൾ ഉറങ്ങരുത്, ആ സമയത്ത് ഉറങ്ങാൻ പാടില്ല. ആ സമയത്ത് ഉറങ്ങുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവാൻ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്ക് നേരിടാൻ സാധ്യതയുണ്ട്. അല്ലാഹുവേ, നീ കാത്തു രക്ഷിക്കണേ അല്ലാ. ചില സമയത്തിൽ ഉറങ്ങാൻ പാടില്ല. ചില സമയത്തിൽ ഉറക്കിന് വലിയ ദോഷം ചെയ്യും. ഉറക്കം വലിയ ദോഷം മനുഷ്യന്മാർക്ക് ചെയ്യും. ഏതൊക്കെയാണ്? ചില മഹാന്മാർ പറയുകയാണ്, ഉറക്കങ്ങൾ 7 തരായുണ്ടെന്ന് മഹാന്മാർ. നൗമുൽ ഗഫല, ഗഫലത്തിന്റെ ഉറക്കമെന്ന് പറയുന്നുണ്ട്. ഗഫലത്തിന്റെ ഉറക്കം, ആ സമയത്ത് ഉറങ്ങാതെ മാക്സിമം നമ്മൾ പിടിച്ചു നിൽക്കണം. ആ സമയത്ത് ഉറക്കം വരികയാണെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കണം. ആ സമയത്ത് നിങ്ങൾ ഉറക്കം വരികയാണെങ്കിൽ ഒന്ന് നടക്കണം. ആ സമയത്ത് ഉറക്കം വരികയാണെങ്കിൽ മുഖം കഴുകണം. ആ സമയത്ത് ഉറക്കം വരികയാണെങ്കിൽ ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരണം. ആ സമയത്തെങ്ങാനും ഉറങ്ങിയാൽ അവൻ അശ്രദ്ധവാനാകും, അവൻ അശ്രദ്ധതയോടുകൂടെ ജീവിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ. ഏതാണ് നൗമുൽ ഗഫല എന്ന് പറഞ്ഞാൽ അറിയോ? വിശുദ്ധമായ ദിക്ർ ചെല്ലുന്നതിൻ്റെ സദസ്സുകളിൽ ഉറങ്ങിയാൽ. ദിക്ർ നടക്കല്ലോ, നമുക്ക് ഏറ്റവും കൂടുതൽ ഉറക്കം വരും എപ്പോഴാ? അല്ലേ? ഏറ്റവും കൂടുതൽ ഉറക്കം വരൽ എപ്പോഴാണെന്ന് ചോദിച്ചാൽ കുറച്ച് ദിക്റങ്ങ് ചെല്ലാൻ തുടങ്ങിയാൽ മതി, അങ്ങ് ഉറക്കം വരും. അതിന് പഴയ കാല ഉസ്താദുമാരെന്ത് ചെയ്യും? ആ സമയത്ത് ഉറക്കം വന്നാൽ അവർ എഴുന്നേറ്റ് നിൽക്കും. ഇല്ലേ, കണ്ടിട്ടില്ലേ എഴുന്നേറ്റ് നിൽക്കുന്നത്? മക്കൾക്ക് ഉറക്കം വന്നാൽ മക്കളോട് പറയും, പോയിട്ട് എന്ത് ചെയ്യും? മുഖം കഴുകിയിട്ട് വാന്ന് പറയും. വല്യപ്പമാര് പറഞ്ഞത് ഓർമ്മയില്ലേ? സൈദലിവിക്ക ഓർമ്മയില്ലേ? മുഖം കഴുകിയിട്ട് വാ. ദിക്റിന്റെ മജ്ലിസിലാണോ ഉറങ്ങുന്നത്? അത് സ്വന്തം ദിക്ർ ചെല്ലുകയാണെങ്കിലും ശരി, തസ്ബീഹ് മാല എടുത്തുകൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ശരി, ആ സമയത്ത് ദിക്റിന്റെ ഇടയിലുള്ള ഉറക്കമുണ്ടല്ലോ, അത് ഗഫലത്ത് വരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ. ആ സമയത്ത് ഉറങ്ങരുത്. അത് നൗമുൽ ഗഫല, ഗഫലത്തിന്റെ ഉറക്കമാണ്. അവന് ഗഫലത്ത് കൂടും, ഗാഫിലാകും അവൻ. മനസ്സിലായിട്ടില്ലേ? എത്ര ആൾക്കാരുണ്ട് എന്നറിയോ? തസ്ബീഹ് മാലി പിടിച്ച് അങ്ങനെ ഉറങ്ങും. സുബ്ഹാനല്ലാഹ് 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 അൽഹംദുലില്ലാഹ്. അപ്പൊ ഉറക്കം തൂങ്ങിയാൽ എന്താ ചെയ്യേണ്ടത്? ഉറക്കം തൂങ്ങിയാൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, വേഗം പോയി നിങ്ങൾ കിടന്നുറങ്ങിയിട്ട് ഉറക്കം മാറ്റി വരണം. ദിക്റിന്റെ മജ്ലിസിലല്ല ഉറങ്ങേണ്ടത്. അങ്ങനെ നിങ്ങൾക്കുറക്കം വന്നാൽ ആ ഉറക്കം നിങ്ങൾ മാറ്റിയിട്ട് വരണമെന്നല്ലയോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. നോക്കൂ, നിങ്ങൾ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ വചനം തന്നെ, ഹബീബായ നബി തങ്ങളുടെ വാക്ക് തന്നെ ഒന്ന് നോക്ക്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഖൈർ നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. ഇദാ നഅസ അഹദുകും ഫഹുവ യുസല്ലി ഫൽയർഖുദ്. ഹബീബാ നബി തങ്ങൾ പറയാൻ, നിങ്ങൾ ഉറക്കം വരുമ്പോൾ, നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്തിൽ നിങ്ങൾക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ, ഇദാ നഅസ അഹദുകും ഫഹുവ യുസല്ലി, നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്തിലാണ് നിങ്ങൾക്കുറക്കം വരുന്നതെങ്കിൽ ഫൽയർഖുദ്, ഉറങ്ങാൻ പറ്റുന്ന നേരമാണ് ആ നേരമെങ്കിൽ നിങ്ങളൊന്ന് ഉറങ്ങിയിട്ടാ നിസ്കരിക്കേണ്ടത്. അത് ഫർദിലല്ല കേട്ടോ. ഫർദിൽ ഉറക്കമൊക്കെ പോക്കിയിട്ട് വേണം നിസ്കരിക്കാൻ നിൽക്കാൻ തന്നെ.
സുന്നത്ത് നിസ്കരിക്കാണ്. നമ്മൾ ദുഹാ 8 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. ഒരു 4 റക്അത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഉറക്കം വരികയാണ്. എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? പോയിട്ട് കിടന്നുറങ്ങണമെന്നാണ് നബി തങ്ങൾ പറയുകയാണ്. വഹുവ യുസല്ലി, അവൻ നിസ്കരിക്കുമ്പോഴാണ് അവൻ ഉറക്കം വരുന്നതെങ്കിൽ ഫൽയർഖുദ്, അവൻ പോയിട്ട് കിടന്നുറങ്ങണം. ഹത്താ യദ്ഹബ അൻഹുൻ നൗമു, അവന്റെ ശരീരത്തിൽ നിന്ന് ഉറക്കം പോകുന്നത് വരെ. അങ്ങനെ ഉറക്കം പോകാൻ ഒരു 2 മണിക്കൂറൊന്നും ഉറങ്ങണ്ട അല്ലേ? ഒരു 10 മിനിറ്റ് നേരം കിടന്നുറങ്ങിയ ക്ഷീണം മാറും. ഡ്രൈവിങ് നടത്തുന്ന ആളുകൾ, ഡ്രൈവർമാർ വാഹനം ഓടിക്കുന്ന സമയത്തിൽ അവർക്ക് ഉറക്കം തൂങ്ങിയാൽ അവരെന്താ ചെയ്യുക? ഒന്ന് സൈഡാക്കും, എന്നിട്ട് എന്ത് ചെയ്യും? ഒരു 10 മിനിറ്റ് നേരം ഉറങ്ങും. അതോടുകൂടെ ആ ഉറക്കം തീരും. അത്ര മതി. ശരിക്ക് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തിൽ അല്ലെങ്കിൽ തസ്ബീഹ് മാല എടുത്തുകൊണ്ട് നിങ്ങൾ ദിക്ർ ചൊല്ലുമ്പോ ഉമ്മമാരെ ഉറക്കം വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് പോയിട്ടൊന്ന് 10 മിനിറ്റ് നേരം ഒന്ന് ചെറുങ്ങനൊന്ന് കിടക്കണം. നബി തങ്ങൾ പറയുന്നത് ഫൽയർഖുദ്, അവൻ കിടന്നുറങ്ങട്ടെ. ഹത്താ യദ്ഹബ അൻഹുൻ നൗം, അവന്റെ ഉറക്കം പോകുന്നത് വരെ. ഇനി ആ ഉറക്കമൊന്നും പോവാതെ അവൻ ഈ തസ്ബീഹ് മാലയും എടുത്തത് ഇങ്ങനെ ദിക്ർ ചൊല്ലി ഉറക്കത്തിന്റെ ഇടയിൽ, അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ ഇടയിൽ ഉറക്കം തൂങ്ങിയിട്ട് അവൻ നിസ്കരിച്ചു 10 മിനിറ്റ് ഒന്ന് കിടക്കാതെ നിസ്കരിച്ചു കഴിഞ്ഞാൽ فإنه إذا صلى وهو ناعس لا يدري لعله يذهب يستغفره فيسب نفسه, അവന്റെ സ്വന്തം ശരീരത്തിന് തന്നെ അവൻ ചീത്ത പറയാൻ സാധ്യതയുണ്ട്. വല്ലാത്തൊരു കഥ. ഇങ്ങനെ ഒരു പിരാക്ക് അവന്റെ ശരീരത്തിലേക്ക് തന്നെ വരും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ചെയ്യരുതെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിസ്കരിക്കാനും അങ്ങനെ ദിക്ർ ചൊല്ലാനും ഉറക്കങ്ങൾ പാടെ ഉപേക്ഷിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലാനും ഖുർആൻ ഓതാനും പുണ്യ നബി തങ്ങൾ നമ്മളോട് പഠിപ്പിക്കുന്നില്ല. മഹാനായ അനസ് തങ്ങൾ പറയാൻ, ദഖലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പ്രവേശിക്കുകയാണ് അൽ മസ്ജിദ, പള്ളിയിലേക്ക്. ഫഇദൻ, ആ സമയത്തിൽ ഹബ്ലുൻ മംദൂദുൻ ബൈന സാരിയതൈൻ, 2 തൂണുകളുടെ ഇടയിൽ ഒരു കയറിങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. പള്ളിന്റെ 2 തൂണുകളുടെ ഇടയിൽ 2 കയറിങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. ഫഖാല, അപ്പൊ നബി തങ്ങൾ ചോദിക്കുകയാണ്, മാ ഹാദൽ ഹബ്ലു, ഏതാണ് ഈ കയറ്? എന്തിനാ ഈ കയറ്? ആർക്കാണ് ഈ കയറ്? എന്തിനാണ് ഈ കയറെന്ന് ചോദിച്ചപ്പോ ഖാലു, സഹാബത്ത് പറയുകയാണ്, ഹാദാ ഹബ്ലുൽ സൈനബ, ഇത് സൈനബ ബീവി കെട്ടിയിട്ട കയറാണ് നബിയെ. പള്ളിന്റെ 2 തൂണുകളുടെ ഇടയിൽ ഒരു കയറ് കെട്ടിയിട്ടിട്ടുണ്ട്. ആരാണ് കെട്ടിയിട്ടിട്ടുള്ളത്? സൈനബ ബീവിയാണ്. നബി തങ്ങൾ ചോദിച്ചെന്തിനാണത്? ഫഇദാ ഫറത് തഅല്ലഖത് ബിഹി, ഉറക്കം വന്നാൽ ആ കയറുമ്മലേക്ക് ഇങ്ങനെ തൂങ്ങി നിന്ന് മഹദിയായ സൈനബ ബീവി നിസ്കരിക്കുന്നതാണ്. പെണ്ണുങ്ങൾക്കല്ലേ ചില ഇഖ്ലാസ് അങ്ങോട്ട് കൂടുക. ഇഖ്ലാസ് കൂടിയാലും തരക്കേടാണ്. ഇപ്പൊ സുബ്ഹാനല്ലാഹ്, മിനിയാന്നൊരാൾ വന്നിരുന്നു, ഉസ്താദേ എൻ്റെ പെണ്ണുങ്ങളെ എൻ്റെ ആവശ്യത്തിനൊന്നും കിട്ടണില്ല, ഓൾ ഫുൾ ടൈം ഓൺലൈനിലാണ്. വഴുതിങ്ങനെ കേൾക്കുകയാണ്. നല്ല കാര്യ വഴുത് കേൾക്കൾ. പക്ഷേ ഭർത്താവിനെ സുഖിപ്പിക്കാതെ, ഭർത്താവ് പറയുന്നത് കേൾക്കാതെ, ഭർത്താവിൻ്റെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാതെ, ഭർത്താവ് പണി കഴിഞ്ഞ് വരുമ്പോ ആ ഭർത്താവിൻ്റെ കൂടെ ഒന്ന് കിടക്കാതെ, ആ ഭർത്താവിൻ്റെ തലയിലൊന്ന് തലോടാതെ, ആ ഭർത്താവിന് പുതപ്പ് വിരിച്ചു കൊടുക്കാതെ, ആ ഭർത്താവിന് കടക്കപ്പായ വിരിച്ചു കൊടുക്കാതെ, എത്ര ഓൺലൈനിലൂടെ എത്ര വഴുത് കേട്ടിട്ടും ദിക്ർ ചൊല്ലിയിട്ടും കാര്യം ഇല്ല. ഉമ്മമാരെ, നിങ്ങൾക്ക് സ്വർഗമുണ്ടാകുമെന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തോ, നല്ല കാര്യമാണ്. സമയം കണക്കാക്കണം. നമ്മൾ ഭർത്താവിനെ ധിക്കരിക്കരുത്. നേരെ മറിച്ച് ഭർത്താവും ഇത് കാണുന്നുണ്ട് എങ്കിലൊക്കെ, ഭർത്താവും ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ മുണ്ടാതെ അടച്ചലക്കാണ്ടട കടന്നോളി. ഞാനിതൊന്ന് കേട്ട് കഴിക്കട്ടെ ചിന്തിക്കരുത്. അതിൽ ബർക്കത്തുണ്ടാകുകയില്ല എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അല്ലാഹുവേ,
അള്ളാന്റെ റസൂല് പറഞ്ഞല്ലോ, സുന്നത്ത് നോമ്പ് പോലും നോൽക്കുമ്പോ ഭർത്താവിന്റെ സമ്മതം വേണമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ല. അതിനുസ്താദെ ഓലിതൊന്നും സമ്മതിക്കൂല. സമ്മതിക്കുന്നില്ലെങ്കിൽ ഫർള് മാത്രം എടുത്താ പോരെ, സുന്നത്ത് പോലും എടുക്കണമെങ്കിൽ അവരുടെ സമ്മതമാണ് വേണ്ടത്. അതാണ് സ്വർഗം. മനസ്സിലായില്ലേ? പാതിരാവിന്റെ പാതിവേളയിൽ ഓൺലൈനിലൂടെ ദിക്റുകളിലും സ്വലാത്തുകളിലും ചടഞ്ഞുകൂടിയിരിക്കുന്ന പെണ്ണെ, നിന്റെ ഭർത്താവ് അപ്പുറത്ത് ഏകാന്തനായി കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ആ ഭർത്താവിന് നിങ്ങളോട് ആഗ്രഹമുണ്ടായിരിക്കവേ, ആ ഭർത്താവ് ഒറ്റക്കവട വിഷമത്തോടെ കിടക്കുന്നുണ്ടെങ്കിൽ ആകാശങ്ങളുടെയും ഭൂമികളുടെയും രാജാതിരാജനായ തമ്പുരാനുണ്ടല്ലോ, ആ തമ്പുരാന്റെ കോടാനിക്കോടി വരുന്ന പ്രജകളായ പട്ടാളങ്ങളായ അനുഗ്രഹത്തിന്റെ മാലാക്കന്മാരുണ്ടല്ലോ, ഈ മാലാക്കന്മാര് ഓൺലൈനിലൂടെ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കൊച്ചുപങ്ങളെ നിങ്ങളെ ക്ഷപിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന്, നിങ്ങളെ ഫിത്തനെ നിങ്ങളെ ക്ഷപിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾക്കെതിരായി പ്രാർത്ഥിക്കുമെന്നല്ലയോ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് നമ്മൾ ഭർത്താവിനും കൂടെ കൂട്ടണം. എന്നാ പറ്റും. ഇല്ലേ, പറ്റൂല. ഭർത്താവാണ് നമ്മുടെ സ്വർഗം. അതൊന്നുമില്ല. പടച്ചോനെ ഖൈറ് നൽകണേ തമ്പുരാനെ. അപ്പം പെണ്ണുങ്ങൾക്ക് ഭക്തി കൂടുതലാണ്. ഇത് നബിതങ്ങളെ, ഇത് സൈനബാ ബീവിയുടെ കയറാണ്. സൈനബാ ബീവി നിസ്കരിക്കാൻ വേണ്ടി കയറ് കെട്ടിയതാണ്. ഉടനെ തന്നെ നബിതങ്ങൾ പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. പുന്നാര നബിതങ്ങൾ സൈനബാ ബീവിയുടെ മഹത്വത്തിനെ വാഴ്ത്തിയതല്ല. നബിതങ്ങൾ പറഞ്ഞത് ഹുല്ലൂഹു, ആ കയറ് നിങ്ങൾ അഴിച്ചു കൊള്ളണേ സ്വഹാബാ. കഴിക്കണം ആ കയറ് കഴിക്കണം. സ്വഹാബാ, നിങ്ങൾക്ക് ഉന്മേഷ സമയത്തിലാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത്. ഉറക്കം വന്നാൽ നിങ്ങൾ കടന്നുറങ്ങണമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹു നമുക്ക് നന്മ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഉറങ്ങണ്ടപ്പോൾ ഉറങ്ങണം. മനസ്സിലായില്ലേ? എന്നാൽ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വരികയാണെങ്കിൽ ആ ഉറക്കം നമ്മൾ ഒഴിവാക്കണം. പോയിട്ട് വുളു എടുക്കണം, മുഖം കഴുകണം, എഴുന്നേറ്റ് നിൽക്കണം. അങ്ങനെ അതൊന്നും ചെയ്യാതെ അവിടെ തന്നെ നിന്നിട്ടും ഇരുന്നിട്ടും ഉറങ്ങുക എന്നുള്ളത് അത് നിങ്ങൾക്ക് ഗഫലത്ത് വരുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ. ഇതാണ് ഒന്നാമത്തെ ഉറക്കം. രണ്ടാമത്തെ ഉറക്കമോ നൗമു ശഖാവ, ശഖാവത്തിന്റെ ഉറക്കമാണ്. എന്താണ് ഈ ശഖാവത്തിന്റെ ഉറക്കമെന്ന് പറഞ്ഞാൽ പരാജയത്തിൻ്റെ ഉറക്കം ആണ്. പരാജയം. എവിടെയും പരാജയം. ജോലി ചെയ്യുന്ന സ്ഥലത്തിലും പരാജയം, കച്ചവടത്തിലും പരാജയം, വീട് നിർമ്മിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴും പരാജയം. എല്ലാ വിഷയത്തിലും പരാജയമാണ്. ആ സമയത്തിൽ ഉറങ്ങുന്നവർക്ക് ഏത് ടൈമിലും പരാജയം അല്ലാഹു കൊടുക്കുമെന്നാണ്. ഏതാണ് ആ സമയമെന്നറിയോ? പള്ളി മിനാരങ്ങളിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നുള്ള ബാങ്ക് കേൾക്കുമ്പോ ആ ബാങ്ക് കേൾക്കുന്ന നേരത്തൊന്ന് എഴുന്നേറ്റിരുന്ന് ജവാബ് പറയാൻ കഴിയാത്തവർ ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ്
വിജയത്തിലേക്ക് വരൂ, നിസ്കാരത്തിലേക്ക് വരൂ എന്ന് അള്ളാഹു വിളിച്ചു പറയുമ്പോൾ ആ നിസ്കാരത്തിലേക്ക് പോകാതെ പോയിട്ട് ഒന്നുവെടുത്ത് നിസ്കാര റൂമിലേക്ക് കയറി നിസ്കാര പടം വിരിച്ച് നിസ്കാര കുപ്പായം ധരിച്ചുകൊണ്ട് നിസ്കരിക്കാൻ മനസ്സില്ലാതെ അവിടെ വെച്ചുകൊണ്ട് ബാങ്ക് കേട്ടിട്ടും കിടന്നുറങ്ങുന്ന ഉറക്കമുണ്ടല്ലോ, ആ ഉറക്കം അത് പരാജയത്തിന്റെ ഉറക്കമാണെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അങ്ങനെ ഉണ്ടല്ലോ ചിലര് ബാങ്ക് ഇങ്ങനെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അതുകൊണ്ട് കേൾക്കുമ്പോൾ രണ്ട് ചെവിക്കും കൈ പൊത്തിയിട്ട് കുറച്ചേരം ഉറങ്ങട്ടെ, ഒരു 10 മിനിറ്റ് ഉറങ്ങട്ടെ എന്നറിയും അല്ലേ. ഒരു 10 മിനിറ്റ് ഉറങ്ങിയിട്ട് നീക്കാൻ ആ ബാങ്ക് കേട്ടിട്ട് ഉറങ്ങുന്ന ഉറക്കം അത് ശഖാവത്തിന്റെ ഉറക്കമാണ്. അങ്ങനെ ഉറങ്ങിയാൽ എല്ലായിടത്തും പരാജയിക്കുന്ന, അവരൊരു കച്ചവടം ചെയ്താൽ പരാജയം, അവരൊരു വീടുണ്ടാക്കിയാൽ പരാജയം, അവരുടെ മകളുടെ കല്യാണം നിശ്ചയിച്ചു അതും പരാജയം, തുടർന്നത് മുഴുവനും പരാജയിരിക്കും. എന്നിട്ട് വന്നിട്ട് വീടിന്റെ 4 മൂലയിലല്ല പറമ്പ് മുഴുവൻ മേലെ സൂചിച്ചിട്ടാലും ബർക്കത്തുണ്ടാവില്ല. മനസ്സിലായോ ഉമ്മമാരെ? ബാങ്ക് കൊടുത്തിട്ട് 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നിസ്കരിക്കാന്ന് കരുതി ആ 10 മിനിറ്റുള്ള ഉറക്കം, അതാണ് നൗമുശഖാവ. ബാങ്ക് കൊടുത്ത പിന്നെ ഉറങ്ങരുത്. ഉറക്കം വരൂലേ ഉസ്താദെ? മനസ്സ് കൊടുത്ത ഉറക്കം വരൂല. ഞാൻ സൈദലിയാക്കാൻ്റെ വീട്ടിൽ വന്നു, ബാങ്ക് അങ്ങനെ കൊടുക്കുന്നുണ്ട്. സൈദലിയാക്ക കുറച്ചുകൂടി ക്ഷീണുണ്ട്, 10 മിനിറ്റ് കൂടി ഉറങ്ങട്ടെ എന്ന് ചോദിച്ചു നിൽക്കണം. അപ്പം ഞാൻ വന്ന് വാതിലിന് മുട്ടി. ആരാ മുട്ടണത്? പള്ളിയിലെ മൊയ്യാരാ. നിങ്ങൾ എന്താ ചെയ്യാ? അവിടെ ഉറങ്ങി കിടക്കുവോ? പാഞ്ഞെണീക്കൂലേ? ആലോചിച്ച് നോക്കിയണേ. എന്നെ പടച്ച എൻ്റെ സൃഷ്ടാവായ അള്ളാഹു, ആ അള്ളാഹു വിളിച്ചിട്ടോ കുറച്ചുകൂടി കേട്ടെ. പരാജയമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് വല്ലതുണ്ടെങ്കിൽ അതല്ലേ തരണ്ടേ? നൗമുശഖാവത്താൻ. പിന്നെയോ പിന്നെ മഹാന്മാര് പറയുകയാണ് നൗമുൽ ലഅന, ലഅനത്തിന്റെ ഉറക്കമുണ്ട്, ശാപത്തിന്റെ ഉറക്കമുണ്ട്. ഏതാണ് ഈ ശാപത്തിന്റെ ഉറക്കം? ശപിക്കുന്ന ഉറക്കം. മഹാന്മാരായ മാലാക്കന്മാരുടെ ശാപമുള്ള ഉറക്കം. ആ സമയത്തിൽ ഉറങ്ങിയാൽ ആകാശത്തിലുള്ള മാലാക്കന്മാരവരെ ശപിക്കും. ആ സമയത്തിൽ ഉറങ്ങിയാൽ ഭൂമിയിലുള്ള മലക്കുകൾ അവരെ ശപിക്കും. ആ സമയത്തിൽ ഉറങ്ങിയാൽ അവരുടെ റഖീബ് അതീദ് എന്ന 2 മാലാക്കന്മാരുണ്ടല്ലോ, അവർ ശപിക്കും. അതാ നമ്മൾ ഏറ്റവും ചിന്തിക്കേണ്ടത്. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ടത്, ചുരുങ്ങിയത് നമ്മുടെ 2 തോളിൽ 2 മലക്കളെങ്കിലും ഇല്ലേ? 2 തോളിൽ 2 മലക്കളെങ്കിലും ഇല്ലേ? ചുരുങ്ങിയത് അതെങ്കിലും ആലോചിക്കണ്ടേ? അവരും നമ്മളെ ശപിക്കും. നൗമുൽ ലഅന, അത് ലഅനത്തിന്റെ ഉറക്കമാണ്. ആകാശത്തിലുള്ള മാലാക്കന്മാരും ഭൂമിയിലുള്ള മലക്കുകളും ശപിക്കുന്ന ഉറക്കം. ആ ഉറക്കം ഏതാണ്? സുബഹിയുടെ ബാങ്ക് കേട്ട് എഴുന്നേൽക്കാതെ സുബഹി സമയത്തിൽ ഉറങ്ങുന്ന ഉറക്കമുണ്ടല്ലോ, അത് ലഅനത്തിൻ്റെയും ഉറക്കമാണ്. അത് അപ്പോൾ എത്ര സുബഹി ബാങ്ക് കൊടുത്തിട്ട് എഴുന്നേൽക്കാതെ ഉറങ്ങുന്നവർക്ക് 2 ശിക്ഷയാണ്. ഒന്നാമത്തത് നൗമുശഖാവത്തിൻ്റെതും നൗമുൽ ലഅനത്തിൻ്റെതും. ഈ 2 ശാപവും സുബഹി നിസ്കരിക്കാത്തവർക്ക് അല്ലാഹു കൊടുക്കുന്നതാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതാണല്ലോ പുണ്യനബി തങ്ങൾ പറഞ്ഞത്, സുബഹിയുടെ ബാങ്ക് വിളിക്കുന്നതിൻ്റെ മുമ്പായി ഭർത്താവിനെ എഴുന്നേൽപ്പിക്കുന്ന പെണ്ണും സുബഹിയുടെ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പായി ഭാര്യയെ വെള്ളം കുടഞ്ഞിട്ടെങ്കിലും എഴുന്നേൽപ്പിക്കുന്ന പുരുഷനും ലോകത്തിലെ ഏറ്റവും നല്ല ഭാര്യയും ഭർത്താവുമാണെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ്
അലാ യാസീൻ ഹബീബില്ലാ. ആ സമയത്തിലുള്ള ഉറക്കം നൗമുൽ ലഅനത്താൻ. പിന്നെയോ നാലാമത്തെ ഉറക്കം നൗമുൽ ഉഖൂബ, ശിക്ഷയുടെ ഉറക്കമാണ്. ശിക്ഷയുടെ ഉറക്കം അല്ലാഹു ആ സമയത്തിൽ ഉറങ്ങുന്നവരെ ശിക്ഷിക്കുന്നതാണെന്ന് പറഞ്ഞാൽ മാരകമായ രോഗം കൊടുത്ത് ശിക്ഷിക്കും, ദാരിദ്ര്യം കൊടുത്തവരെ ശിക്ഷിക്കും, പ്രയാസങ്ങൾ കൊടുത്തവരെ ശിക്ഷിക്കും. നൗമുൽ ഉഖൂബ, ശിക്ഷയുടെ ഉറക്കമാണ്. അതേതാണെന്നറിയോ? ആ ഉറക്കം സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയമാണ്. ആ സമയം സുബ്ഹ് നിസ്കരിച്ച് ഉറങ്ങുകയാണെങ്കിലും ശരി, അത് ശിക്ഷയുടെ ഉറക്കമാണ്. അല്ലാഹു ശാരീരിക പ്രയാസം കൊടുത്ത് ശിക്ഷിക്കും, ഊരവേദന കൊടുത്ത് ശിക്ഷിക്കും, കൈവേദന കൊടുത്ത് ശിക്ഷിക്കും, ഹാർട്ടിന് അസുഖം കൊടുത്ത് ശിക്ഷിക്കും, സാമ്പത്തികമായ തകർച്ച കൊടുത്ത് ശിക്ഷിക്കും, മാനസികമായ പ്രയാസങ്ങൾ കൊടുത്തവനെ ശിക്ഷിക്കും. അത് നൗമുൽ ഉഖൂബ, ശിക്ഷയുടെ ഉറക്കമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ആ സമയത്തിൽ ഉറങ്ങൽ കറാഹത്താണ്. ആ സമയത്ത് ഉറങ്ങുക എന്നുള്ളത് കറാഹത്താണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അല്ലാഹുവേ, മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, രണ്ട് സമയത്തിൽ ഉറങ്ങുന്നത് കറാഹത്താണ്. ഒന്ന് അസറിൻ്റെ, ഒന്ന് ളുഹറിന്, ഒന്ന് സുബഹയുടെ ശേഷം ഉറങ്ങുന്നത്, സുബഹയുടെ ശേഷം ഉറങ്ങുന്നത് കറാഹത്താണ്. ആ ഉറക്കത്തിന് നൗമുൽ ഉഖൂബ എന്ന ഉറക്കത്തിന് ആ പേരുണ്ട്. ആ പേരിന് മറ്റൊരു പേരും കൂടെയുണ്ട്. ഏതാണെന്നറിയോ? രണ്ടാമത്തെ പേര് എഴുതി വെച്ചോ, നൗമുൽ ഐലൂല. ഐലൂലത്തിന്റെ ഉറക്കം എന്നും അതിന് പേരുണ്ട്. ഐലൂലത്തിന്റെ ഉറക്കം ഒരാൾ ഉറങ്ങിയാൽ ദാരിദ്ര്യം അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുകയില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ. അത് സുബ്ഹ് നിസ്കരിച്ച് ഉറങ്ങിയാലും ശരി, ആ ഉറക്കത്തിന്റെ പേര് നൗമുൽ ഐലൂല, ഐലൂലത്തിന്റെ ഉറക്കമെന്നാണ്. വീട്ടിൽ ആരെങ്കിലും ഉറങ്ങിയാൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകും. ഒറ്റ കുട്ടിനെ ഉറങ്ങാൻ സമ്മതിക്കരുത്. ആ സമയം സൂര്യൻ ഉദിക്കുന്നത് വരെ, സൂര്യോദയം വരെ ഉറങ്ങാൻ സമ്മതിക്കരുത്. മക്കളെ എഴുന്നേൽപ്പിക്കണം. കൊച്ചുമക്കളെ പോലും ആ സന്ദർഭത്തിൽ എഴുന്നേൽപ്പിച്ച് പഠിപ്പിക്കണം നാം. അതെയോ, അത് നൗമുൽ ഐലൂല, ഐലൂലത്തിന്റെ ഉറക്കമാണ്. ദാരിദ്ര്യം ഉണ്ടാകുമെന്നാണ്. അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ അല്ലാ. സുബ്ഹ് നിസ്കാരത്തിന് ശേഷം ഉറങ്ങിയാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ്, ആ സന്ദർഭത്തിൽ ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് ഉണർത്തൽ സുന്നത്താണ്. എന്ത്? ആ സമയത്തിൽ ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ, ഭർത്താവ് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് വന്ന് ഉറങ്ങുകയാണ്, എന്നാൽ ഭർത്താവിൻ്റെ അരികിൽ ചെന്നിക്ക എന്ന് വിളിച്ചിട്ട് ആ ഇക്കാക്കയോട് സന്തോഷ സംസാരങ്ങൾ സംസാരിച്ചുകൊണ്ട് ആ ഇക്കാക്കയെ ഉറക്കാതെ നിർത്തൽ സുന്നത്താണ്. ചെയ്താൽ കൂലിയുണ്ട്, അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് കൂലിയുണ്ട്. ഐലൂലത്തിന്റെ ഉറക്കമുറങ്ങുന്നവരെ എഴുന്നേൽപ്പിക്കല് സുന്നത്താണ്. മനസ്സിലായില്ലേ? ഈ ആനത്തിൽ കാണാം. ആ സമയത്ത് കടന്നുറങ്ങൽ കറാഹത്താൻ, ഉറങ്ങുന്ന ആളെ എഴുന്നേൽപ്പിക്കലോ സുന്നത്തുമാണ്. അല്ലാഹുവേ നീ ഖൈർ നൽകണേ റബ്ബേ. അത് സുബ്ഹ് നിസ്കരിച്ച് കഴിഞ്ഞ് ഉറങ്ങുകയാണെങ്കിലും ശരി, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഖൈർ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. പോരാ, തീരുന്നില്ല. മഹാനായ നബി തങ്ങൾ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സുബ്ഹ് നിസ്കാരത്തിന്റെ ആ സുബ്ഹ് ബാങ്ക് കൊടുത്തോടം മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ ഏതെങ്കിലും ഒരു വീട്ടിൽ ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ ആ വീട് നിൽക്കുന്ന മണ്ണുണ്ടല്ലോ, ആ മണ്ണ് അട്ടഹസിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സുബ്ഹ് അത്
സുബഹ് നിസ്കരിച്ചിട്ടാണെങ്കിലും ശരി, ആ സമയത്തുറങ്ങിയാൽ ഉറങ്ങുന്ന സ്ഥലമുണ്ടല്ലോ അത് അട്ടഹസിക്കുന്നതാണ്. അട്ടഹസിക്കും. മനസ്സിലായിട്ടില്ലേ? ആ ഭൂമി അട്ടഹസിച്ച് കഴിഞ്ഞിട്ട് ആ ഭൂമിൻ്റെ മേലിൽ കൂടെ ഒരു 8 മണിയാകുമ്പോൾ എണീച്ച് നടന്നു പോയി ഒരു ജോലി ചെയ്താ ആ ഭൂമി ബർക്കത്ത് ചെയ്യോ? നിങ്ങളൊന്ന് ആലോചിക്കുക സഹോദരിമാരെ. ഉറങ്ങണില്ലെല്ലാരും. നൗമുൽ ഗഫലത്ത് ആർക്കും ഇല്ലല്ലോ. ഒന്ന് എഴുന്നേറ്റ് നിന്നേ, ഒരു സ്വലാത്ത് പുണ്യനബി തങ്ങൾക്ക് ചൊല്ലിയേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി. അല്ലാഹുവേ നീ ഖൈർ നൽകണേ റബ്ബേ. ആ സമയത്ത് ഉറങ്ങരുത്. ഉറങ്ങിയാൽ ഭൂമി അട്ടഹസിക്കും. അതുപോലെ തന്നെയാണ് അസറിന് ശേഷവും ഉറങ്ങാൻ പാടില്ല, കറാഹത്താണ്. അസറിന് ശേഷമുള്ള ഉറക്കം കറാഹത്താണ്. അത് 3 മണിക്കുറങ്ങിയിട്ട് ആ ഉറക്കം അങ്ങനെ നീട്ടലും കറാഹത്ത് തന്നെയാണ്. കറാഹത്താണ് അസർ ബാങ്ക് കൊടുത്തതിന് ശേഷം ഉറങ്ങുക എന്നുള്ളത്. ആ അസറിന് ശേഷവും ഉറങ്ങിയാൽ ആ ഉറങ്ങുന്നവനെയും ഉണർത്തൽ സുന്നത്തുണ്ട്. മക്കൾ കിടന്നുറങ്ങാൻ തൊട്ടിലയിൽ, ആ തൊട്ടിലയിൽ കിടന്നുറങ്ങുന്ന മക്കളുണ്ടല്ലോ, ആ മക്കളെ അസർ ബാങ്ക് കൊടുക്കുന്ന സമയമായാൽ എഴുന്നേൽപ്പിക്കണം. അരണിക്കൂറായിട്ടോളം കടന്നിട്ട് മതി ഐറ്റിങ്ങളെ ഇശാ ബാങ്ക് കൊടുത്തിട്ട് വേഗം ഉറക്കുക വേണ്ടി. കുറച്ചുകൂടി കഴിഞ്ഞാൽ മകരി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇശാ ബാങ്ക് കൊടുക്കൂലേ? ഇശാ ബാങ്ക് കൊടുത്ത ആ മക്കളെ വേഗം ഉറക്കണം. നേരെ മറിച്ച് ഈ കുട്ടി 3 മണിക്കുറങ്ങി ആ കുട്ടി ഒരു 5:30 എണീച്ചാൽ പിന്നെ ഈ കുട്ടി രാത്രി ഉറങ്ങോ? നമ്മളമായിരം ഉറക്കൊയ്യൂലേ? ആ ഉറക്കൊയ്യുന്ന കുട്ടിക്കത് ബുദ്ധിക്ക് തകരാറല്ലേ? അതുകൊണ്ട് തന്നെ 3:30 മണിക്കുറങ്ങിയ കുട്ടി 3:45 അസർ ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ ഉമ്മമാരെ ആ കുഞ്ഞിനെ ഒന്ന് പോയി വിളിക്കണം. വിളിക്കൽ സുന്നത്തുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആരെങ്കിലും അസറിന് ശേഷം ഉറങ്ങിയാൽ അള്ളാഹു അവൻ്റെ ബുദ്ധിയെ നശിപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ആ സമയത്തുറങ്ങുന്നവരെ അള്ളാഹു എന്താക്കും? ബുദ്ധിയെ ഇല്ലാതെയാക്കുന്നതാണ്. ബുദ്ധി കുറഞ്ഞു പോവും അവൻ. നഅൂദു ബില്ലാഹ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഉറക്കപ്പറ, പടച്ചോനെ കാക്കണേ അല്ലാ, നീ കാത്തുരക്ഷിക്കണേ അല്ലാ, നീ കാക്കണേ റബ്ബേ, പടച്ചവനെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ്, വിശുദ്ധമായ സുബ്ഹ് നിസ്കാരത്തിന് ശേഷമുള്ള ഉറക്കമാണ് ഐലൂലത്തിൻ്റെ ഉറക്കമെന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഇത് ഐലൂലത്തിൻ്റെ ഉറക്കം. എന്നാൽ അത് കഴിഞ്ഞ് സൂര്യൻ ഒരു കുന്തത്തിൻ്റെ ഖദർ എത്തിയോടം മുതൽ നട്ടുച്ച വരെ സമയമുണ്ടല്ലോ, ആ സമയത്തിൽ ഉറങ്ങുന്ന ഉറക്കമാണ് ഫൈലൂലത്തിൻ്റെ ഉറക്കമെന്ന് പറയുന്നത്. കൈലൂലത്തല്ല കേട്ടോ, കൈലൂലത്ത് വരാൻ പോകുകയാണ്. കൈലൂലത്തിൻ്റെ ഉറക്കം നല്ലതാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ മഹത്വം വരുന്ന വ്യാഴാഴ്ച പറയുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ പഠിക്കണം നമ്മൾ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉപകാരം ഉണ്ടാവും. എന്നാൽ ളുഹാ നിസ്കാരം നിസ്കരിക്കാതെ ഫൈലൂലത്തിന്റെ ഉറക്കം ഉറങ്ങിക്കഴിഞ്ഞാൽ അവനിക്ക് മരിക്കുന്നതിൻ്റെ മുമ്പായി ശരീരത്തിന് ക്ഷീണങ്ങൾ കൊടുത്തുകൊണ്ട് അല്ലാഹു പരീക്ഷിക്കുന്നതാണ്. അവൻ ശരീരക്ഷീണിതനായി എന്തിനും നടക്കാൻ പറഞ്ഞ ക്ഷീണാണ്, ആ മല അങ്ങോട്ട് കയറേണ്ട ക്ഷീണാണ്, അതുപോലെ തന്നെ അവിടെ ക്ഷീണാണ്. എപ്പോ? ളുഹാ നിസ്കാരത്തിന്റെ സമയത്തിൽ ഉറങ്ങിയാൽ. അവിടേക്കാണ് ഞാൻ ഇന്നെൻ്റെ പ്രസംഗം കൊണ്ടുവന്നത്.
എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില സമയത്തിൽ ഉറക്കം നല്ലതാണ്, ചില സമയങ്ങളിൽ ഉറക്കം മോശമാണ്. ആ മോശ സമയത്തിൽപ്പെട്ടത് തന്നെയാണ് ളുഹാ നിസ്കരിക്കാതെ ളുഹാന്റെ സമയത്തിൽ ഉറങ്ങുക എന്നുള്ളത്. അവന് ക്ഷീണം വരും. ആ ഉറക്കത്തിൻ്റെ പേരാണ് ഫൈലൂലത്തിൻ്റെ ഉറക്കം. ഫൈലൂലത്തിൻ്റെ ഉറക്കം, ഫൈലൂലത്തിൻ്റെ ഉറക്കം ക്ഷീണത്തിൻ്റെ ഉറക്കമാണത്. അവന് ക്ഷീണം കൊടുത്തുകൊണ്ട് അല്ലാഹു പരീക്ഷിക്കുന്നതാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്നാൽ എൻ്റെ ഉമ്മമാരെ, ബാക്കിയുള്ളത് ഞാൻ വരുന്ന വ്യാഴാഴ്ച പറയും. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയുടെ ബാക്കിയൊരു ദുആ പറയണമല്ലോ. അത് പറയാഞ്ഞാൽ ഈ സദസ്സിനോട് അനാദരവ് കാണിക്കലാകും. പക്ഷേ നമ്മൾ ഈ കാര്യം മുഴുവനായി അതാത് 16 വിധേനയുള്ള ഉറക്കമുണ്ട്. ആ ഉറക്കം മുഴുവനും ഞാൻ വിശദീകരിച്ച സമയം ദീർഘിച്ചു പോകും. അതിൽ നിന്നൊരു 3 ഞാൻ ഇവിടെ പറഞ്ഞു. നൗമുൽ ഗഫല, നൗമുൽ ശഖാവ, നൗമുൽ ലഅന, നൗമുൽ ഫൈലൂലത്തിൻ്റെ ഉറക്കം, അതുപോലെ തന്നെ ഐലൂലത്തിൻ്റെ ഉറക്കവും. 5 ഉറക്കം നാം ഇവിടെ പറഞ്ഞു. ഇനി ബാക്കിയുള്ളത് പറയാനിരിക്കുകയാണ്. 11 ഉറക്കം ഇനിയും ബാക്കി വരാനിരിക്കുകയാണ്. പറയണം നമുക്ക്. സിഹർ ഏൽക്കുന്നതൊക്കെ ചില ആളുകൾ പറയാറുണ്ടല്ലോ, ഉസ്താദെ സിഹർ ഏൽക്കുന്നുണ്ട്, കണ്ണേറ് പറ്റുന്നുണ്ട്, ഹാസിദീങ്ങളുടെ ഹസദ് സംഭവിക്കുന്നുണ്ട്. എവിടെ നമുക്ക് പ്രശ്നം വരുന്നു എന്ന് നാം ആലോചിക്കണം, നാം കണ്ടുപിടിക്കണം. ആ പ്രശ്നം നാം അടക്കണം. എന്നിട്ട് നന്മയുടെ ജീവിതം നമുക്ക് ജീവിക്കാൻ കഴിയണം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹുവേ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ളുഹാ നിസ്കരിക്കാതെ കിടക്കല്ലേ, ളുഹാ നിസ്കരിക്കാതെ മറ്റുള്ള ജോലികളിലേക്ക് നിങ്ങൾ ശുഗലാവല്ലേ. ളുഹാ നിസ്കരിക്കണേ. അത് 360 സദഖയുടെ സ്ഥാനത്ത് നിൽക്കുന്ന വലിയ അമലാണ്. ആ ളുഹാ നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങളൊരു ദുആ പതിവാക്കണമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ ദുആ? എഴുതി വെച്ചോ പെങ്ങളെ, മറന്നു പോകരുത്. എഴുതി വെച്ചോ. ഏതാണ് ആ ദുആ എന്നറിയോ? ഞാനിതാ പറയുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ളുഹാഉക വൽബഹാഉക വൽജമാലു ജമാലുക വൽഖുവ്വതു ഖുവ്വതുക വൽഖുദ്റതു ഖുദ്റതുക വൽഇസ്മതു ഇസ്മതുക. നിന്റെ കാവലാണ് ഏറ്റവും വലിയ കാവൽ. നിന്റെ ശക്തിയാണ് ഏറ്റവും വലിയ ശക്തി. നിന്റെ ഖുദ്റത്താണ് ഏറ്റവും വലിയ ഖുദ്റത്ത്. നിന്റെ ഭംഗിയാണ് ഏറ്റവും വലിയ ഭംഗി. നിന്റെ പ്രഭയാണ് ഏറ്റവും വലിയ പ്രഭ. എന്താ പടച്ചവനോട് പറയാൻ? പടച്ചവരെ, നിന്റെ പ്രഭയേക്കാൾ വലിയൊരു പ്രഭ ഇല്ല. നിന്റെ പ്രഭയാണ് ഏറ്റവും വലിയ പ്രഭ. നിന്റെ ശക്തിയാണ് ഏറ്റവും വലിയ ശക്തി. നിന്റെ കഴിവാണ് ഏറ്റവും വലിയ കഴിവ്. നിന്റെ ഭംഗിയാണ് ഏറ്റവും വലിയ ഭംഗി. നിന്റെ ഭംഗിയാണ് ഏറ്റവും വലിയ ഭംഗി. നിന്റെ കാവലാണ് ഏറ്റവും വലിയ കാവൽ. പടച്ചോനെ, എനിക്കെൻ്റെ ഭാര്യയുണ്ട് റബ്ബേ, എനിക്കെൻ്റെ 3 മക്കളുണ്ട് റബ്ബേ. ഈ ഓട്ടോറിക്ഷ ഓടിയിട്ട് വേണം എൻ്റെ ജീവിതം കഴിക്കാൻ. ഈ കച്ചവടം, കോഴിക്കച്ചവടം നടത്തിയിട്ട് വേണം എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഈ കൂലിപ്പണിയെടുത്തിട്ട് വേണം എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കാൻ. ഒന്നുമില്ല റബ്ബേ, എൻ്റെ കയ്യിൽ ഞാൻ സാധുവാണ്. നിന്നെക്കാൾ വലിയൊരു ശക്തിയില്ലല്ലോ റബ്ബേ. അല്ലാഹുമ്മ ഇൻ കാന റിസ്ഖീ ഫിസ്സമാ, എനിക്ക് നൽകാനുള്ള ഭക്ഷണം ആകാശത്തിലാണെങ്കിൽ ഫഅൻസിൽഹു, ആകാശത്തിൽ നിന്ന് എനിക്ക് ഇറക്കി തരണേ അല്ലാ. എന്നെ പട്ടിണിക്കിടരുത്, എൻ്റെ മക്കളെ പട്ടിണിക്കിടരുത്, എൻ്റെ ഭാര്യയെ പട്ടിണിക്കിടരുത്. എൻ്റെ ഭർത്താവ് വിദേശത്താ റബ്ബേ, എൻ്റെ ഭർത്താവ് പൊരിവെയിലത്ത് അധ്വാനിക്കുന്ന ഭർത്താവാ റബ്ബേ.
എൻ്റെ ഭർത്താവിനെ കഷ്ടപ്പെടുത്തരുത്. ആകാശത്തിലാണ് എനിക്കുള്ള ഭക്ഷണം, എൻ്റെ കുടുംബത്തിൻ്റെ ഭക്ഷണം നീ നൽകിയതെങ്കിൽ അത് നീ ഇറക്കിക്കൊണ്ടാം. ഭൂമിയിലാണ് ആ ഭക്ഷണമെങ്കിൽ ഭൂമിയിൽ നിന്നതിനെ പുറപ്പെടുവിപ്പിച്ചുകൊണ്ടാം. ആ ഭക്ഷണം നെരുക്കമുള്ള സ്ഥലത്തിലാണെങ്കിൽ, ബുദ്ധിമുട്ടുള്ള സ്ഥലത്തിലാണെങ്കിൽ, ആ ഭക്ഷണം ബുദ്ധിമുട്ടോടുകൂടെ എനിക്ക് കിട്ടുമെങ്കിൽ ഫയസ്സിറഹു, അതിനെ നീ എനിക്ക് എളുപ്പമാക്കിക്കൊണ്ട. വഇൻ കാന ഹറാമാ, പടച്ചവനെ ആ ഭക്ഷണം ഹറാമായ ഭക്ഷണമാണെങ്കിൽ, ആ ഭക്ഷണം ഹറാമിൻ്റെ ഭക്ഷണമാണെങ്കിൽ അതെനിക്ക് വേണ്ട റബ്ബേ, അതെൻ്റെ മക്കൾക്ക് നൽകല്ല റബ്ബേ, അതെൻ്റെ ഭാര്യക്ക് കൊടുക്കല്ല റബ്ബേ, എൻ്റെ ഭർത്താവിന് കൊടുക്കല്ല റബ്ബേ. ഹറാമിൻ്റെ ഒരു തരി ആമാശയത്തിലേക്ക് കടന്നാൽ അവനെ അല്ലാഹു സ്വീകരിക്കുകയില്ല, അവനെ അല്ലാഹു സ്വീകരിക്കുകയില്ല. പടച്ച തമ്പുരാന് ബാങ്കിൽ ലോണ് പാസ്സാവാൻ നിൽക്കുന്നുണ്ട്, ആ ലോണിന്റെ പണം എടുത്തുകൊണ്ടാ എനിക്കുള്ള ഭക്ഷണം നീ കണക്കാക്കിയതെങ്കിൽ ആ ലോണ് വേണ്ട റബ്ബേ, എനിക്ക് ഹറാമ് വേണ്ട റബ്ബേ, ഹറാമ് വേണ്ട റബ്ബേ, ഹറാമ് വേണ്ട റബ്ബേ. ഫൈൻ കാന ഹറാമൻ ഫതഖിറുഹു, ഹറാമിൻ്റെ വഴിയിലൂടെ എനിക്ക് ഭക്ഷണം തരല്ലേ, എൻ്റെ മക്കൾക്ക് നൽകല്ലേ, എൻ്റെ ഭാര്യക്ക് നൽകല്ലേ, അതിനെ ശുദ്ധീകരിച്ചു കൊണ്ട് റബ്ബേ. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. വഇൻ കാന ഹറാമൻ ഫതഖിറുഹു വഇൻ കാന ബഈദൻ ഫഖർരിബുഹു, അത് വിദൂരത്താണെങ്കിൽ ആ ഭക്ഷണങ്ങളെ അടുപ്പിച്ചുകൊണ്ട് എങ്ങനെ ബിഹഖി ലഹായിക, നിന്റെ ഈ ളുഹാ നിസ്കാരത്തിൻ്റെ സമയത്തിൻ്റെ ബർക്കത്ത് കൊണ്ടും വബിഹായിക, നിന്റെ പ്രകാശത്തിൻ്റെ പ്രഭയുടെ ബർക്കത്ത് കൊണ്ടും വജമാലിക, നിന്റെ ഭംഗിയുടെ ജമാലിയത്തിൻ്റെ ബർക്കത്ത് കൊണ്ടും വഖുവതിക, നിന്റെ ഖുവത്തിന്റെ ശക്തിയുടെ ബർക്കത്ത് കൊണ്ടും വഖുദ്റതിക, നിന്റെ ഖുദ്റത്തിന്റെ ബർക്കത്ത് കൊണ്ടും ആതിനി മാ ആതൈത ഇബാദക സ്വാലിഹീൻ, നിന്റെ സ്വാലിഹീങ്ങളായ നിന്റെ ഇഷ്ടജനങ്ങളുണ്ടല്ലോ, നിനക്ക് വേണ്ടി നിസ്കരിക്കുന്ന, നിനക്ക് വേണ്ടി ദിക്ർ ചൊല്ലുന്ന, നിനക്ക് വേണ്ടി നോമ്പനുഷ്ഠിക്കുന്ന, നിനക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുന്ന, നിനക്ക് വേണ്ടി ഉംറ നിർവഹിച്ച, നിന്നെ രാവിലും പകലിലും ഇബാദത്ത് ചെയ്ത് നിന്നിലേക്ക് കരങ്ങൾ ഉയർത്തി പൊട്ടിക്കരന്ന് പ്രാർത്ഥിക്കുന്ന സ്വാലിഹീങ്ങൾ ഉണ്ടല്ലോ, ആ സ്വാലിഹീങ്ങൾക്ക് നീ എന്തെല്ലാം കൊടുത്തുവോ അതെല്ലാം ഈ സാധുവായ പാപിയായ ദോഷിയായ സാധുവായ എൻ്റെ ജീവിതത്തിലും എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിലും എൻ്റെ കുഞ്ഞുമക്കളുടെ ജീവിതത്തിലും നീ നൽകണേ അല്ലാ എന്നുള്ള ദുആയുണ്ടല്ലോ കൊച്ചു പെങ്ങളെ, മറന്നു പോകണ്ട. ഈ ദുആ ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുമ്മ ഇന്ന ലുഹാഉക വൽ ബഹാഉക വൽ ജമാലു ജമാലുക വൽ ഖുവ്വതു ഖുവ്വതുക വൽ ഖുദ്റതു ഖുദ്റതുക വൽ ഇസ്മതു ഇസ്മതുക. اللهم إن كان رزقي في السماء فأنزله وإن كان في الأرض فأخرجه وإن كان معسرا فيسره وإن كان حراما فطهره وإن كان بعيدا فقربه بحق ضحائك وبهائك وجمالك وقوتك وقدرتك آتني ما آتيت عبادك الصالحين. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് പകർത്തുവാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഉറക്കാമ്യം പറഞ്ഞു, പഠിച്ചോനെ തൗഫീഖ് നൽകണേ അല്ലാ. അടുത്ത ആഴ്ച മറ്റൊരു വിഷയം കൂടെ ഈ പ്രാർത്ഥനയിലൂടെ ഉൾത്തിരിഞ്ഞ് വരികയാണ്.
അതായത് ദാരിദ്ര്യം ഇല്ലാതിരിക്കാനുള്ള നമ്മൾ പറയാത്ത വഴികൾ, അതായത് മുമ്പ് കുറഞ്ഞ വഴികൾ, ഒരു 12 വഴികൾ, ദാരിദ്ര്യം വരാത്ത 12 വഴികൾ പറഞ്ഞിരുന്നു. ഇനി അതിൻ്റെ ബാക്കിയുള്ള വഴികളും കൂടെ നമുക്ക് സംസാരിക്കണം. ഇനി അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കിട്ടാത്ത ദാരിദ്ര്യം മാത്രമല്ല, മനസ്സിനൊരു സുഖം കിട്ടാഞ്ഞാലും മാനസിക സുഖം കൊണ്ടവൻ ദരിദ്രനാണെന്നാണ്. അല്ലേ സൈദൽ വ്യാക്ക? മനസ്സിനൊരു സന്തോഷം കിട്ടണില്ലെങ്കിൽ അവനെ പറ്റി എന്തെന്നാ പറയാ? മാനസിക സുഖം അനുഭവിക്കാൻ കഴിയാത്ത ദരിദ്രനാണവൻ. മനസ്സിലായിട്ടില്ലേ? ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്ന ഫഖീറാണവൻ. അതും ഇല്ലാതിരിക്കാൻ വഴികൾ മഹാന്മാര് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു ആ വഴികൾ സ്വീകരിക്കാൻ ആരാണത്? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് വരുന്ന വ്യാഴാഴ്ച നമുക്കിവിടെ വെച്ച് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ലൈവിലൂടെ അറിയിച്ചത്, കാരണം കഴിഞ്ഞ ആഴ്ച ലൈവ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഒരുപാട് ഉമ്മമാർ, ഒരുപാട് സഹോദരന്മാർ ഇവിടുത്തെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന മുനവ്വർ യമാനി അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു. ലൈവ് ഓഫ് ചെയ്യരുത്, ലൈവ് തുടരണം. അതിൻ്റെ പേരിൽ മാത്രം ഇന്നും കൂടെ നമ്മൾ ലൈവ് ഇട്ടിട്ടുണ്ട്. ആ ലൈവിൽ നിങ്ങളതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് ഒന്നും കൂടെ ക്ലാസ് പോയിട്ട് നിങ്ങളത് ശ്രദ്ധിക്കണം.